എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ വീട്ടിൽ ദൈവാനുഗ്രഹമില്ല, ആഭിചാര ദോഷം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ആഭിചാര ദോഷം ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം, അതിനുള്ള പ്രതിവിധികൾ എങ്ങനെയാണ്, കൂടുതലായിട്ട് ശത്രുദോഷം നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്, അതായത് ആഭിചാര ദോഷങ്ങൾ ഇല്ലെങ്കിൽ ചെയ്തു ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ കൂടുതലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ പൂജാമുറി കാണും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വിഗ്രഹങ്ങളോ അങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ വിളക്ക് വെക്കുന്നതായിരിക്കും. ഈ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് ആകുന്നപ്പോഴും വിളക്ക് കെട്ടുപോകും. അശുഭപരമായ വിളക്ക് പെട്ടെന്ന് കെട്ടുപോകുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ കത്തിച്ച് വെക്കുന്ന വിളക്കിലെ അതായത് ആ തിരി ഇങ്ങനെ സാധാരണ രീതിയിൽ പൊട്ടി ഇങ്ങനെ തെറിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും തിരിനൂലിൻ്റെ എന്തെങ്കിലും പ്രശ്നമെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ഈ വിളക്ക് വെക്കുന്ന സമയത്ത് ഈ ദീപം, അതായത് നല്ല ശക്തമായ രീതി ഒരു കാറ്റിൻ്റെ രീതി കൊണ്ട് നല്ല ആളുന്ന്, പിന്നെ ഓപ്പൺ എയർ വിളക്ക് വെച്ചാൽ നമ്മൾ എന്ത് രീതി വെച്ചാലും നമ്മളിങ്ങനെ വരും. സാധാരണ ഉദ്ദേശിക്കുന്നത് നമ്മൾ തിണ്ണയിലൊക്കെ വിളക്ക് വെക്കുമ്പോൾ വൈകുന്നേരമൊക്കെ സന്ധ്യക്കൊക്കെ കാറ്റുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന അല്ലാതെ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് എണ്ണ തുളുമ്പ്, അതായത് ഇച്ചിരി എണ്ണ ഒഴിച്ചാലും പെട്ടെന്ന് അത് കത്തി നിൽക്കത്തില്ല. അങ്ങനത്തെ ഒരു ഒന്നാമത്തെ സൂചന. രണ്ടാമത്തെ സൂചന, സ്ത്രീകൾ, അതായത് വീട്ടിൽ പണി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ പച്ചക്കറി എടുക്കുമ്പോൾ തന്നെ കൈ മുറിയും. പക്ഷേ അതിനെ അപേക്ഷിച്ച് എല്ലാ ദിവസവും നമ്മുടെ കൈ ഇങ്ങനെ മുറിയുന്നു. പിന്നെ മൂന്നാമതായിട്ടുള്ള കാര്യം, ആ വീട്ടിൽ സമാധാനം ഉണ്ടാകത്തില്ല. അതായത് ആ വീട്ടിൽ പരസ്പരം അംഗങ്ങൾ വൈകുന്നേരങ്ങളിൽ വരുമ്പം ഒരാൾ പറയുന്ന ഒരാൾക്ക് പിടിക്കത്തില്ല, ഭയങ്കര വഴക്കായിരിക്കും. എന്നാൽ ഒരു ചെറിയ ഒരു കാര്യം വലുതാക്കി വൈകുന്നേരം കിടക്കുന്നവരെ, അതായത് രാത്രി കിടക്കുന്നവരെ വഴക്കായിരിക്കും വീട്ടിൽ. പരസ്പരം ചെറിയൊരു കാര്യത്തിനായിരിക്കും. പിന്നെ രാവിലെ നമ്മൾ സാധാരണ രീതി ഉറങ്ങിപ്പോകുന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ വീട്ടിലുള്ളവർക്ക് ഉറക്കങ്ങൾ ഉണ്ടാകത്തില്ല. അതായത് വെളുക്കാറാകുന്ന സമയത്ത് ഒരു 2 മണി 3 മണി സമയത്താണ് ഉറക്കം വേണ്ടത്. തിരിഞ്ഞും മറിഞ്ഞും ഒന്നും കിടന്നാൽ നമുക്ക് ഉറക്കങ്ങൾ ഉണ്ടാകത്തില്ല. പിന്നെ ആ വീട്ടിൽ കൂടുതലായിട്ട് വെക്കുന്ന ഫുഡുകൾക്കൊന്നും രുചി ഉണ്ടാകത്തില്ല. അങ്ങനെയാണ് കൂടുതൽ ആഭിചാര ദോഷവും ശത്രുദോഷവും കൂടുതൽ ഉള്ള വീട്ടിൽ കാണിക്കുന്നത്. ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ വീട്ടിൽ കുന്തിരിക്കം പോയിക്കാം. രണ്ടാമതായിട്ടുള്ള ദേവീ ക്ഷേത്രത്തിൽ വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് ഗുരുതി കഴിച്ച് ഒറ്റ ഒരു ഗുരുതി ഒരാളുടെ പേർക്ക് കഴിക്കുക. നമുക്ക് വീട്ടിൽ തളിച്ചതിന് ശേഷം കരിക്കിനകത്ത് തന്നാണെങ്കിൽ നമുക്ക് വീടിൻ്റെ വാതിൽക്ക് കുഴിച്ചിടാം. പിന്നെ മൂന്നാമതായിട്ടുള്ള കാര്യങ്ങൾ, ശിവക്ഷേത്രത്തിൽ പോയി അഹോര മന്ത്രം ജപിച്ച ഭസ്മം തരാൻ പറയണം. ഈ ഭസ്മം നമ്മുടെ വീടിൻ്റെ 4 മൂലയ്ക്ക് ഇടുക, കുഴിച്ചിടുക. കുറച്ച് ഭസ്മം വെള്ളത്തിൽ കലക്കി നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യണം, എല്ലായിടത്തൊന്ന് തളിക്കണം. വീട്ടിലെ അംഗങ്ങൾ ഈ അഹോര മന്ത്രം ഭസ്മം ഇങ്ങനെ തൊട്ടുകൊണ്ട് നിൽക്കണം. വൈകുന്നേരങ്ങളിൽ രാവിലെ കുളിച്ചിട്ടൊക്കെ തൊടാം. ഇതിങ്ങനെ ഒരു 3 ദിവസം ചെയ്യുമ്പോൾ തന്നെ വീട്ടിൽ ശാന്തി, സമാധാനം, ആര് എന്ത് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ തിരിച്ച് അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ കൂടുതലായിട്ട് നമുക്ക് ഈ ദോഷങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ വീട് ഇരിക്കുന്ന സ്ഥലം, അതായത് ഒരു ആൾരൂപവും വീടിൻ്റെ ഒരു രൂപം മേടിച്ചിട്ട് ഒരു തേങ്ങയായിട്ട് 21 തവണ വീടിന് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് വീട് ആരുടെ പേർക്കാണോ അവർ വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ടുവെക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട് വീട്ടിലെ ആഭിചാര ദോഷങ്ങളും ഇതൊക്കെ മാറ്റം ഉണ്ടാകും. അതേപോലെ തന്നെ വീടിൻ്റെ വാസ്തുപരമായ കാര്യങ്ങൾ കറക്റ്റാണോ നോക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വാസ്തു കറക്റ്റെങ്കിൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. ഇത് വിശ്വാസപ്രകാരം ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ വീട്ടിലെ ആഭിചാര ദോഷങ്ങളൊക്കെ നമുക്ക് ചെറിയ പരിഹാരം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് വിശ്വാസപൂർവ്വം ഭക്തജനങ്ങൾ ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുപേര് വരണമെങ്കിൽ കവടി വെച്ച് നോക്കി പറഞ്ഞു തരാം. ഈ നമ്പറിലേക്ക് ഓൺലൈനായി പറഞ്ഞു തരുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് വിടുക. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് കാണാം.